നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നിടുക എന്നൊക്കെ പറയും. അതുപോലൊരു എൻട്രിയാണ്, ഒരു സസ്പെൻസ് എൻട്രിയാണ്. ഇത് ലേറ്റായിട്ടില്ല. ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ അതിൻ്റെ ഒരു ക്രമം ഇലക്ഷൻ കമ്മീഷൻ്റെ വിജ്ഞാപന പ്രകാരമുള്ള നോമിനേഷൻ കൊടുക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അത് 2-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി LDF ആലോചിച്ച് 30-ാം തീയതി LDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന് കുറച്ച് ദിവസം മുൻപേ തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊട്ടും വൈകി എന്നത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, വൈകിയിട്ടുമില്ല. പിന്നെ ചിലരെങ്ങനെ പറയുന്നത് UDF നേരത്തെ പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. അത് അവർ നേരിടുന്ന പല സാഹചര്യങ്ങളുടെയും ഭാഗമായി വരുന്നതാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമായ കാര്യമേ അല്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും പല വിമർശനങ്ങളും ഇന്നത്തെ ദിവസം വന്നിട്ടുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് സമീപിക്കുന്നത്? അദ്ദേഹം ഇക്കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. LDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഈ കാര്യത്തിലൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ റോളൊന്നുമില്ലല്ലോ. അദ്ദേഹം UDFൻ്റെ നേതാവില്ലേ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ LDF നോക്കിക്കോളുന്നേ. അത്രേ ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. വേറെ എന്തെങ്കിലും മറുപടിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നിലമ്പൂരുകാരനാണ്, അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയി തന്നെ മാറിയിട്ടില്ലേ? അല്ല, നിലമ്പൂരിൽ നടക്കുന്ന ഇപ്പോൾ സംസ്ഥാനത്ത് കേരളത്തിലുള്ള ഏതൊരാൾക്കും ഏത് അസംബ്ലി മണ്ഡലത്തിലും മത്സരിക്കാം. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി. പക്ഷേ ഇത് ജന്മനാടാണ്. എല്ലാവരും പരിചയക്കാരും സ്നേഹിതരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. തീർച്ചയായും അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ആഹ്ലാദകരമായ കാര്യമാണ്, ആവേശമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും 100% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.